ദിവസം രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ വണ്ടിയുടെ ടയർ പഞ്ചറാണ്. അപ്പോൾ തലേ ദിവസം ആണി എന്തോ കയറി ഇരുന്നതാണ്. അപ്പോൾ രാവിലെ ആയപ്പോഴാണ് അത് എയർ മുഴുവൻ പോയത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പഞ്ചർ ഒട്ടിക്കുക എന്നുള്ള വീഡിയോ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ പഞ്ചർ ഒട്ടിക്കുമ്പോൾ നമ്മൾ കാറൊക്കെയാണ് നമുക്കുള്ളതെങ്കിൽ ഇതുപോലത്തെ മെഷീനാണ് നമ്മൾ മേടിക്കേണ്ടത്. ഇത് ഞാൻ കടയിൽ നിന്ന് മേടിച്ചാണ് 800 രൂപയാണ് അയക്കുന്നത്. ഇതാണ് നമുക്ക് സൗകര്യം, കാറിനൊക്കെ എയർ അടിക്കാൻ സൗകര്യം ഈ കാണുന്ന പോലത്തെ മെഷീനാണ്. അപ്പോൾ എങ്ങനെയാണ് പഞ്ചർ അടിക്കാൻ നോക്കാം. പഞ്ചറായി കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഈ വണ്ടിയിൽ ഈ പഞ്ചറിന് കാരണക്കാരനായ ആണി ഏത് ഭാഗത്താണ് ഉള്ളതെന്നാണ്. ഇപ്പോൾ പുറം ഭാഗമൊക്കെ നമുക്ക് ഇങ്ങനെ നോക്കിയാൽ കാണാം. ഇപ്പം മണ്ണിൽ പതിഞ്ഞ് കുറച്ച് ഭാഗം കിടപ്പുണ്ട്. ആണി ഒരു പക്ഷേ അവിടെ ആയിരിക്കാം, ചിലപ്പോൾ മുകളിലും ആയിരിക്കാം. അപ്പോൾ നമ്മൾ ശരിക്കും അത് നോക്കിയിട്ട് ഒരാണിയോ ഉള്ളോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടെത്തുക. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതിൽ ഒട്ടും എയർ ഇല്ല, അടിവശമൊക്കെ കിടക്കുന്ന കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഫസ്റ്റ് എയർ അടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇതിന്റെ ആണി സ്പോട്ട് ചെയ്തേക്കുവാണ്. ഇതതിന്റെ അകത്താണ്. അപ്പൊ നമുക്ക് ടൂൾ ഇതിന്റെ അകത്തോട്ട് കയറ്റിയിട്ട് ഈ പഞ്ചർ ഇപ്പോൾ ഒട്ടിക്കാൻ പറ്റത്തില്ല. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റിയറിംഗ് വലത്തോട്ട് തിരിച്ച ഈ ആണി ഇരിക്കുന്ന ഭാഗം നമുക്ക് പഞ്ചർ ഒട്ടിക്കാൻ ഭാഗത്തിന് പുറത്തോട്ട് വരും. അപ്പൊ നമ്മൾ ഫസ്റ്റ് അങ്ങനെ തിരിക്കണമെങ്കിൽ തന്നെ വണ്ടിയിൽ എയർ വേണം. ഈ ടയറിൽ എയർ ഉണ്ടെങ്കിലാണ് സ്മൂത്ത് ആയിട്ട് തിരിഞ്ഞു വരത്തുള്ളൂ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇതിൽ ആണി എവിടെയാന്ന് കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞിട്ട് അത് പുറത്തോട്ട് ആ വീലിന്റെ ഭാഗം പുറത്തോട്ട് വരുത്താനായിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് വീലിന്റെ ഭാഗം പുറത്തോട്ട് തിരിക്കണം. അപ്പൊ നമ്മൾ ഇവിടെ ഫസ്റ്റ് എയർ കുറച്ച് അടിച്ചു കൊടുക്കുക. വീൽ കപ്പൊക്കെ അടിച്ച് മാറ്റേണ്ടതാണ്. പക്ഷെ ഇവിടെ എനിക്കിപ്പം വലിയ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാത്തതുകൊണ്ടാണ് അടിച്ച് മാറ്റാത്തത്. ഇപ്പൊ ടയറിൽ അത്യാവശ്യം എയർ ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ആണി ടയറിന്റെ ഉള്ളിൽ തറഞ്ഞിരിപ്പുണ്ട്, അത് എടുക്കാനായിട്ട് ഈ ടയർ നമുക്ക് കുറച്ച് പുറത്തോട്ട് കൊണ്ടുവരണം. അപ്പൊ ഈ സ്റ്റിയറിംഗ് വലത്തോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ആണി ഇരിക്കുന്ന പോർഷൻ പുറത്തോട്ട് വരും. അപ്പൊ നമ്മുടെ ആണി ഇരിക്കുന്ന പോർഷൻ ഇതുപോലെ മുകൾ വശത്താക്കിയിട്ട് ആ പൊസിഷൻ കറക്റ്റ് ആക്കിയിട്ട് എന്ത് ചെയ്യണം, സ്റ്റിയറിംഗ് വലത്തോട്ട് ഓടിക്കണം. അപ്പൊ വണ്ടിയുടെ വീല് പുറത്തോട്ട് വരും. വണ്ടിയുടെ വീല് പുറത്തോട്ട് വരാൻ പാകത്തിന് സ്റ്റിയറിംഗ് ഒടിച്ചാലും മതി, അങ്ങനെയും പറയാം. ഇപ്പൊ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ആണിയിരിക്കുന്ന പോർഷൻ പുറത്തോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ കുറച്ചധികം മുകളിലാണ്. നമ്മൾ അവിടെ വെച്ച് ഈ ഒരു ആണി ഊരിയെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് വണ്ടിയുടെ ബോഡിയിൽ തട്ടും. അപ്പൊ മാത്രമല്ല നമുക്ക് അത്ര സ്മൂത്ത് ആവത്തുമില്ല കാര്യങ്ങൾ. അപ്പൊ നമുക്ക് ഇനി വണ്ടിയുടെ ആ ഒരു ആണി ഇരിക്കുന്ന പൊസിഷൻ കുറച്ചുകൂടെ മുന്നോട്ട് കൊണ്ടുവരണം. അതായത് കുറച്ചുകൂടെ മുന്നോട്ട് വണ്ടി ഉള്ളു കഴിയുമ്പോൾ ആ ആണി ഇരിക്കുന്ന പോർഷൻ കുറച്ചുകൂടെ താഴോട്ട് വരും. അപ്പൊ നമുക്ക് സൗകര്യമായിരിക്കും ആണി വലിച്ചൂരാനും പഞ്ചർ ഒട്ടിക്കാനും. ഇവിടെ വണ്ടി നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് മൂവ് ആക്കുകയാണ്. അങ്ങനെ ആക്കുമ്പോൾ ആണിയുടെ പൊസിഷൻ നമുക്ക് ഊരിയെടുക്കാൻ എളുപ്പത്തിന് ആവും. അതുപോലെ പഞ്ചർ അടയ്ക്കാൻ എളുപ്പമായിരിക്കും. ഇപ്പൊ കറക്റ്റ് പൊസിഷനിലാണ് വണ്ടി നിൽക്കുന്നത്. ഇങ്ങനെ ഒരു പൊസിഷൻ നിർത്തിയിട്ട് വേണം നമ്മൾ പഞ്ചർ ഒട്ടിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. നമ്മുടെ പഞ്ചർ അടയ്ക്കാനുള്ള ടൂൾ കിറ്റാണിത്. ഇത് ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ്, ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. 300 രൂപ താഴെയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ ഇത് അധികം ഉപയോഗിച്ചിട്ട് 2 വട്ടം ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു ചെറിയ പേനക്കത്തി ഇതിൻ്റെ കൂടെ കിട്ടും. പേനക്കത്തി അല്ല, ഫോൾഡബിൾ കത്തി. പിന്നെ ഇത് 2 ഞാൻ പഞ്ചർ ഒട്ടിച്ചേക്കുന്നതാണ്. ഇത് റബ്ബറാണ്. അപ്പൊ ഇത് വണ്ണം ഉള്ളതുകൊണ്ട് വണ്ണം കുറഞ്ഞതുമുണ്ട്. അത് നമ്മുടെ ടയറിന്റെ പഞ്ചറിന്റെ വലിപ്പം അനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിലേതാ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഇത് 3 ഇതിന്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്, നമ്മൾ എപ്പോഴും പഞ്ചർ ആവില്ലല്ലോ. പിന്നെ ഡ്രില്ല് ചെയ്യാനുള്ള ഒരു ടൂളാണിത്. ഇനി ഒരു ഐറ്റം കൂടിയുണ്ട്. ഇത് ഫോർക്ക് എന്നാണ് പറയുക. അതായത് നമ്മൾ നേരത്തെ കണ്ടില്ലേ റബ്ബറിന്റെ ഒരു ബ്രൗൺ കളറുള്ള സംഭവം, അത് ഇതിന്റെ അകത്തൂടെ കിടത്തിയിട്ടാണ് നമ്മൾ ടയറിലോട്ട് കുത്തി ഇറക്കി വലിക്കുന്നത്. അപ്പൊ ഇതിനെ ഫോർക്ക് എന്ന് അങ്ങനെ കുത്തി ഇറക്കുന്നതുകൊണ്ടും
അത് കോർത്ത് വെക്കുന്നതുകൊണ്ടൊക്കെ ഇതിനെ ഫോർക്ക് എന്നാണ് വിളിക്കുക. ഇതിന് ഇതുപോലെ ഒരു ഹോൾ ഉണ്ടാവും. ഈ ഒരു കിറ്റിന്റെ കൂടെ സാധാരണ ഒരു പശ കൂടി വരാറുണ്ട്. അപ്പോൾ നമുക്കിത് കിട്ടിയിട്ടില്ല. അങ്ങനെ പശ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ ഒരു സൂപ്പർ ഗ്ലൂ വല്ലതും ഒക്കെ നമ്മൾ മേടിച്ച് വെച്ചാൽ മതി. പിന്നെ ഇതിന്റെ കൂടെ ഒരു പ്ലെയറും കൂടെ ആവശ്യമുണ്ട്. ചില കിറ്റിന്റെ കൂടെ പ്ലെയർ കിട്ടും, ചിലതിന്റെ കൂടെ കിട്ടുകയല്ല. അപ്പോൾ കിറ്റ് മേടിക്കുമ്പോൾ പ്ലെയർ ഉള്ള കിറ്റ് നോക്കി മേടിക്കുക. അതല്ലെങ്കിൽ ഒരു എക്സ്ട്രാ പ്ലെയർ നമ്മൾ കയ്യിൽ കരുതുക. ടയറിൽ തറഞ്ഞിരിക്കുന്ന ആണി അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വലിച്ചൂരി എടുക്കാൻ വേണ്ടിയിട്ടാണ് പ്ലെയർ വേണമെന്ന് പറയുന്നത്. ആദ്യം തന്നെ നമ്മൾ ഫോർക്ക് എടുക്കുവാണ്. അതിലോട്ട് റബ്ബറിന്റെ സ്ട്രിപ്പ് മെല്ലെ കയറ്റി കൊടുക്കുകയാണ്. അപ്പൊ നമ്മുടെ വണ്ടിയുടെ ടയറിൽ തറഞ്ഞിരിക്കുന്ന ആണി ഇത്തിരി വലിയ ആണിയാണ്, അതുകൊണ്ടാണ് ഇത്രയും വലിയ സ്ട്രിപ്പ്, റബ്ബറിന്റെ സ്ട്രിപ്പ് നമ്മൾ എടുത്തേക്കുന്നത്. അല്ലെങ്കിൽ ഇതിന്റെ തൊട്ട് താഴെയുള്ള അളവാണ്, ചെറിയ ആണിയൊക്കെയാണ്, അതാണ് എടുക്കുക. ഇങ്ങനെ സ്ട്രിപ്പ് ഇങ്ങനെ മടക്കി കഴിഞ്ഞിട്ട് പശ വല്ലതും ഉണ്ടെങ്കിൽ ആ പശ ആ സ്ട്രിപ്പിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഫോർക്കിന്റെ അറ്റം ജോയിന്റഡ് അല്ല, ചെറിയൊരു ഗ്യാപ്പ് അവിടെ ഉണ്ട്. അതായത് നമ്മൾ ഈ സ്ട്രിപ്പ് ടയറിലോട്ട് കുത്തി ഇറക്കി കഴിഞ്ഞ് വലിച്ചു വരുമ്പോൾ ഫോർക്ക് മാത്രമായിട്ട് പുറത്തോട്ട് വരണം. ആ സ്ട്രിപ്പ് ടയറിന്റെ അകത്തിരിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കട്ടിംഗ് ഉണ്ട്. അപ്പൊ നമ്മൾ നിലവിൽ ടയറിൽ ഇരിക്കുന്ന ആണി നമുക്ക് ഊരിയെടുക്കണം. അപ്പൊ ഈ രണ്ട് ടൂളാണ് നമുക്ക് ആദ്യം വേണ്ടത്, പിന്നെ പ്ലെയറും. അപ്പൊ പ്ലെയർ ഉപയോഗിച്ചിട്ട് ഫസ്റ്റ് നമ്മൾ ടയറിൽ ഇരിക്കുന്ന ആണി ഊരിയെടുക്കുകയാണ്. അത് കഴിയുമ്പോൾ ഡ്രില്ല് അതിൻ്റെ അകത്തോട്ട് കയറ്റും. ഡ്രില്ല് എന്തിനാ കയറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഹോൾ ഇത്തിരി സ്മൂത്ത് ആവാനാണ്. ഇപ്പൊ ഇവിടെ ആണി കയറിയിരിക്കുന്ന ഈ ഹോൾ അത്ര സ്മൂത്ത് ആവില്ല, നമുക്ക് പഞ്ചർ ഒട്ടിക്കൽ എളുപ്പമല്ല. വളരെ ചെറിയ ഒരു ഹോളായിരിക്കും ഉണ്ടാവുക. അപ്പൊ അതിൽ നമുക്ക് പഞ്ചർ ഒട്ടിക്കൽ എളുപ്പമല്ല. അപ്പൊ വളരെ ശ്രദ്ധിച്ചിട്ട് പ്ലെയർ ഉപയോഗിച്ചിട്ട് അത് വലിച്ചൂരിയെടുക്കുക. ടയറിൽ തറഞ്ഞിരിക്കുന്ന ആണി നമ്മൾ വലിച്ചൂരിയെടുക്കണം. എന്നിട്ട് ആ പൊസിഷനിലോട്ട് നമ്മൾ ഡ്രില്ല് കയറ്റി കൊടുക്കണം. അത്യാവശ്യം ഡ്രില്ല് ആഴത്തിൽ തന്നെ കയറി പോണം. പഞ്ചറിന് കാരണക്കാരനായ ആണിയാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഡ്രില്ല് കയറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റ് എടുക്കാൻ ഇത് സമയം കൂടി കിട്ടും. അപ്പോൾ നമ്മൾ ഇത് സ്ഥിരമായിട്ട് പഞ്ചർ അടിക്കുന്ന ആൾക്കാരല്ലല്ലോ, അത്ര അത്യാവശ്യം വരുമ്പോഴാണ് നമ്മൾ ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് ഇവിടെ സ്ട്രിപ്പ് എടുത്തിട്ടുണ്ട്, ഫോർക്കിൽ കുത്തിയേക്കുന്ന സ്ട്രിപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഡ്രില്ല് വലിച്ചൂരുന്നു, അതിലേക്ക് ആ ഹോളിലേക്ക് നമ്മൾ ഈ ഒരു സ്ട്രിപ്പ് ഫോർക്കടക്കം കയറ്റി കൊടുക്കുന്നു. അത്യാവശ്യം നല്ല ബലം പ്രയോഗിക്കണം കേട്ടോ, ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഹോള് കറക്റ്റ് ആയിരിക്കണം. ഒരുവിധം അത് കയറി കഴിയുമ്പോൾ നമുക്കറിയാമല്ലോ, അത് കഴിയുമ്പോൾ ഒരൊറ്റ വലിയാണ് നമ്മുടെ ഫോർക്കിൽ. അപ്പോൾ സ്ട്രിപ്പ് അതിൻ്റെ അകത്തും ഇരിക്കും, ഫോർക്ക് പുറത്തോട്ടും വരും. അപ്പോൾ ഫോർക്ക് പുറത്തോട്ട് വരുമ്പോൾ ഈ ഫോർക്കിന്റെ അറ്റത്ത് സ്ട്രിപ്പിന്റെ ഒരു പീസ് ഉണ്ടല്ലോ, സ്ട്രിപ്പ് കൊരുത്ത് വെച്ചേക്കാണല്ലോ, ആ സ്ട്രിപ്പ് കൂടെ കുറച്ച് വന്നിട്ട് അത് പകുതിക്കിലെത്തിയിട്ട് നിൽക്കും. ടയറിലോട്ട് കടന്നു കഴിയുമ്പോൾ ആ ടയർ കടന്നു പോരാൻ സ്ട്രിപ്പിന് പറ്റുകയില്ല, ഇത്തിരി നല്ല പിടുത്തം വരും ടയറിന്റെ അവിടെ. അങ്ങനെ നമ്മൾ ഫോർക്ക് വലിച്ചൂരി എടുക്കുകയാണ്. ഇത്തിരി ബലം പ്രയോഗിക്കേണ്ടി വരും. അപ്പോൾ അത് ഫോർക്ക് വലിച്ചൂരി നമ്മുടെ സ്ട്രിപ്പ് ഒരു കുറച്ച് ഭാഗം പുറത്തായിട്ട് ബാക്കി എല്ലാ ടയറിനുള്ളിലായിട്ട് ആ പഞ്ചർ അടഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി ഈ മുളച്ച് നിൽക്കുന്ന ഭാഗമില്ലേ, ഈ സ്ട്രിപ്പിന്റെ ആ ഒരു ഭാഗം, അത് നമ്മൾ ചെറിയ പേനക്കത്തി, നമ്മുടെ ഫോൾഡ് ചെയ്യാൻ പറ്റിയൊരു കത്തി നമ്മുടെ കിറ്റിനകത്ത് കണ്ടായിരുന്നു, അത് ഉപയോഗിച്ചിട്ട് നമ്മൾ അതിങ്ങനെ ചെത്തിയെടുക്കും. ഈ സ്ട്രിപ്പ് ഇതുപോലെ ചെത്തിയെടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വണ്ടി ഓടുമ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ അത് ശരിയായിക്കോളും, ഓടി ഓടി അത് തേഞ്ഞോളും. സ്ട്രിപ്പ് ചെത്തിയെടുക്കുമ്പോൾ അതൊരു ഭംഗിയാണ്.
പിന്നെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ എപ്പോഴും പഞ്ചർ അടയ്ക്കുന്നവരോ അല്ലെങ്കിൽ എയർ അടിക്കുന്നവരൊന്നും ആവില്ല. അപ്പം നമ്മൾ ഈ ഒരു കിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തൽക്കാലം പഞ്ചർ അടച്ച് കുറച്ച് എയറും അടിച്ച് ആ സ്ഥലത്തു നിന്ന് എസ്കേപ്പ് ആവുക എന്നുള്ളതാണ്. മറ്റെവിടെയെങ്കിലും കംപ്രസറുള്ള സ്ഥലത്ത് പോയിട്ട് നമ്മൾ എയറിന്റെ ലെവലൊക്കെ വണ്ടിയുടെ ടയറിൽ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. മറ്റേത് ഒരുപാട് സമയം നഷ്ടമായിരിക്കും, നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡാവും. നല്ല പണിയുണ്ട്. വീഡിയോയിൽ ഇത്രയേ ഉള്ളെങ്കിലും ഇത് ശരിക്കും ഒരുപാട് പണിയുള്ള ഒരു പരിപാടിയാണ് ആദ്യമായിട്ട് ചെയ്യുന്നവരെ സംബന്ധിച്ച്. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണേ.